മാന്യരെ, ഇത് വെറും ഒരു ചരിത്ര പ്രസംഗമല്ല, ഇതൊരു ഓർമ്മയുടെ വിളിയാളമാണ്. അതുപോലെ ഇതൊരു വിപ്ലവത്തിന്റെ ആവേശവും. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പേരിനെ കുറിച്ചാണ്. 1000 മനുഷ്യർക്ക് തുല്യമായ ഒരു പേര്, ഒരു ചിന്തയെ പറ്റി, നൂറുകണക്കിന് ചിന്താധാരകളെ സമന്വയിപ്പിച്ച ഒരു ചിന്തയെ പറ്റി. മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന അഗ്നിശിലയെ പറ്റിയാണ്. ബഹുമാനികളെ, ഈ ലോകത്ത് ഒരു ആൾക്ക് തിരഞ്ഞെടുക്കാൻ 2 പാതകൾ മാത്രമാണ്. ഒന്ന് വിപ്ലവവും, ഒന്ന് ഭീരുത്വവും. അതിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് വിപ്ലവം തന്നെയായിരുന്നു. 1921 കാലഘട്ടങ്ങളിൽ നടന്ന മലബാർ കലാപം വെറും ഒരു പ്രാദേശിക കലാപം മാത്രമായിരുന്നില്ല. ഒരു കർഷക ജനതയുടെ വംശനാശം തടയാനുള്ള തീ പോരാട്ടം തന്നെയായിരുന്നു. അതിന്റെ നായകനായി ആ ജനതയെ മുന്നോട്ട് നയിച്ചത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽക്കൽ മാത്രമല്ല ചെയ്തത്, ഒരു ഭരണത്തിന്റെ അവകാശം ജനങ്ങൾക്ക് അനിവാര്യമാണെന്ന ധീരസങ്കല്പം ജനങ്ങൾക്ക് ഉയർത്തിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ടാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഒരു നേതാവ് എന്നതിലുപരി ഒരു വിപ്ലവകാരനാക്കി മാറ്റിയത്. ബ്രിട്ടീഷുകാരെ എന്നും വിറപ്പിച്ച ആത്മാഭിമാനത്തിന്റെ രാജാവായിരുന്നു അദ്ദേഹം. ഹാജി ഒന്നും കണ്ടു നിന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞു പോയിട്ടുമില്ല. അരമനയിൽ അന്തിയുറങ്ങി ആഹ്വാനത്തിൽ അവസാനിപ്പിച്ചിട്ടുമില്ല. അദ്ദേഹം മുന്നിൽ നിന്ന് പടപൊരുതി. മലബാറിലെ താലൂക്കുകളിലായി ബ്രിട്ടീഷ് ഭരണത്തെ തള്ളി താൽക്കാലിക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, നിയമവും നീതിയും പൊതുജന താൽപര്യവും സംരക്ഷിച്ച് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ അദ്ദേഹം ജനങ്ങളെ കൈപിടിച്ചു നയിച്ചു. അദ്ദേഹത്തിന്റെ ഭരണതന്ത്രം ഈമാനിൽ അധിഷ്ഠിതമായിരുന്ന മതേതരത്വ ഭരണതന്ത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിപ്ലവം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ 1922 അദ്ദേഹത്തെ വിചാരണയില്ലാതെ വധിച്ചു. അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം ഇപ്രകാരമായിരുന്നു: എന്റെ കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് വെടിവെക്കണം. എന്റെ ജീവിതം നശിപ്പിക്കുന്ന വെടിയുണ്ടകൾ വന്ന് പതിക്കേണ്ടത് എന്റെ നെഞ്ചത്തായിരിക്കണം. അതെനിക്ക് കാണുകയും വേണം. ഈ മണ്ണിനോട് മുഖം ചേർത്ത് എനിക്ക് മരിക്കണം. ഏതൊരു കപട ദേശവാദിക്ക് സാധിക്കും തങ്ങളുടെ പൂർവികന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചരിത്രം ഉദ്ധരിക്കാൻ? ഹാജിയെ വധിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല ഹാജിയുടെ അസ്തിത്വത്തെ ഇന്ത്യ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ. ഇന്നല്ലേ നമ്മൾ ഇന്ന് കാണുന്ന വർഗീയ കോമരങ്ങളുടെ വായില്ല കോടാലികൾക്ക് പിന്നെ എങ്ങനെ സാധിക്കും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ധീര ഓർമ്മകൾ അടർത്തി മാറ്റുവാൻ? നാം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അല്പം അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. വാർത്താക്കുറിപ്പുകളുടെ പോരാളിയല്ല അദ്ദേഹം. ഇന്ന് ബഹുമാനികളെ, മതം സമൂഹത്തെ ചിന്നിച്ചിതർപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹാജിയുടെ ശബ്ദമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കേണ്ടത്. നാം ഭയപ്പെടേണ്ടത് ജനങ്ങളുടെ ശക്തിയാണ്, അല്ലാതെ അധികാരത്തിന്റെ ഇരുമ്പു ശബ്ദങ്ങളെയല്ല. നമ്മുടെ ഓരോ ധീരമായ സംസാരത്തിലുമുള്ള ഉച്ഛ്വാസമാണ് അദ്ദേഹം. ഹാജിയുടെ പാത നമ്മുടെ പാതയാക്കുക.